നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത പ്രതിക്ക് 37 വർഷം കഠിന തടവും 3,10,000 രൂപ പിഴയും വിധിച്ചു. മതിലകം പൊന്നാമ്പടി വട്ടംപറമ്പിൽ അലി അഷ്കറിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. കേസിൽ പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷവും 8 മാസവും കൂടി തടവ് അനുഭവിക്കണം. 2021 നവംബർ 27-നാണ് അലി അഷ്കർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പെൺകുട്ടിയെ അലി തന്റെ സുഹൃത്ത് താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചും പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി SI വിവേക് നാരായണൻ FIR രജിസ്റ്റർ ചെയ്ത് ഇൻസ്പെക്ടർ SR സനീഷ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി 25 സാക്ഷികളെ വിസ്തരിക്കുകയും 33 രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു. അതേസമയം മൂന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി 3 തവണ പീഡിപ്പിച്ച പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 51 വർഷം കഠിന തടവ്, 1.55 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പത്തനംതിട്ട കവിയൂർ കണിയാമ്പാറ ഭാഗം തൊട്ടിയിൽ കിഴക്കേതിൽ അനൂപ് വിജയനെയാണ് ദേവികുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജി PA സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. പിഴ ഒടുക്കാത്ത പക്ഷം 2.5 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. ശിക്ഷ ഒരുമിച്ച് 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയെന്നുമാണ് വിധി. സംഭവത്തിൽ അതിജീവിതയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാനും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. 2018-ലാണ് 17-കാരിയായ പെൺകുട്ടിയെ ഇയാൾ 3 പ്രാവശ്യം പീഡിപ്പിച്ചത്. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ അമ്മയെയും കുട്ടിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ ശാന്തൻപാറ SI ആയിരുന്ന വിനോദ് കുമാറാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയതും കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിജു K. ദാസ് ഹാജരായി. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം പിടിയിലായ പ്രതി ദേവികുളം ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിയുകയാണ്.